ഹായ് ഗേസ്, വെൽക്കം ടു ആര്യ രാജ്. ഒരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. കണ്ണിന് കൗതുകപരമായ ഒരു കാഴ്ച ഞാൻ ഇന്നലെ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. കാണിച്ചു തരട്ടെ. കുമ്മൽ കുമൾ, ഇതിന് വേറൊരു പേരും പറയും. കണ്ടോ എത്ര എണ്ണം നോക്കി, ഒരു വലുതും ഒരുപാട് കുഞ്ഞതും. ഇത് സാധാരണ ചിലരൊക്കെ ഇതിനെ പറിച്ച് കറി വെച്ച് കഴിക്കും. ഇത് കറി വെക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യണേ. ഞാൻ ഈ വലുതിനൊന്ന് അടർത്തി കാണിച്ചു തരാം. അപ്പോൾ അടിയൊക്കെ നോക്കി നല്ല ചതഭാഗം കണ്ടോ. ഇത് കറി വയ്ക്കാൻ പറ്റുന്നതാണോ എനിക്കറിയില്ല. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങളെവിടെയും കായ്ക്കാറുണ്ടോ? ചിലരൊക്കെ ഇതുപോലെ ഞാൻ പറിച്ച് കാണിക്കുന്നത് കണ്ടു. പക്ഷേ ഇത് നല്ലതും ചീത്ത എങ്ങനെ അറിയും എന്നുള്ളത് അറിയില്ല കേട്ടോ. അകമൊക്കെ നല്ല മാംസളമായിരിക്കുന്നു കണ്ട. ഇത് സാറിന് കൂൺ കൃഷിക്കാർ ഇതിലിങ്ങനെ കൂൺ കൃഷി ചെയ്ത് കറി വയ്ക്കാറുണ്ട് കണ്ടോ. നല്ല അകമൊക്കെ കണ്ട. ഇത് മാറ്റി കഴിഞ്ഞതാ കൂണാണെന്ന് അറിയത്തില്ല കണ്ട. വേറെ എന്തോ വസ്തു പോലെ ചെയ്യുന്നത്. വേറൊന്ന് കാണിച്ചു തരട്ടെ. ഇനി വാ, ഇതാ കണ്ടോ. ഇനി നോക്കിയേ, ഒരു പറ്റം ഇതാ കണ്ട. എത്ര എണ്ണം നോക്കി, ഒരു 50 എണ്ണമെങ്കിലും വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വിരിവിരിവാ വരെയാണ്. എന്താണെന്നറിയോ, കറി വയ്ക്കാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് കറി വയ്ക്കാമായിരുന്നു. എങ്ങനെ അറിയാൻ പറ്റും? ഞാനത് കറി വെച്ച് കഴിച്ചിട്ടുമില്ല. കണ്ട എന്ത് ഭംഗി നോക്കിയോ. ഇതാ കണ്ട, ഒരു വലിയ മൂട് ഇതാ കണ്ട. ഇത് കറി വെച്ച് കഴിക്കുന്നവർക്ക് ഇന്നത്തെ കാര്യം കുശാലായാണ്. പക്ഷേ നല്ലതാണോ ചീത്തയാണെന്ന് അറിയാതെ നിങ്ങൾ എങ്ങനെ കറി വയ്ക്കും? ഇങ്ങനെ ചീത്തയായിട്ട് ഉള്ളതിനെ എടുത്ത് കറി വെച്ച് വയറ് കേടായി ഹോസ്പിറ്റലിൽ വരെ ആയ ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്താ ഇത്രയും നിൽക്കുകയാണ്. നല്ലതാ ചീത്ത എന്നുള്ളതേ നിങ്ങളെ കമൻസ് ചെയ്യണേ. അപ്പം ഞാനിത് പറിച്ച് കറി വെച്ച് കഴിക്കാം. എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിത്യവഴുതല പരുവായിട്ട് അങ്ങനെ നിൽക്കുക. ചിങ്ങമാസത്തിൽ എല്ലാ പച്ചക്കറികളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചിങ്ങമാസം പറഞ്ഞല്ലോ, ഇന്ന് ചിങ്ങം 1. നിങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയായിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയില്ല. രാമായണം വായിച്ചു. ഇന്നലെ രാത്രി അത് വായിച്ചു തീർത്തു. ഒരു ബുക്ക് ഫുള്ളാണ് വായിച്ചു തീർത്തു ഇന്നലെ. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഞാൻ അന്നും കാണിച്ചിരുന്നു. വിത്ത് ഒരുപാടുണ്ട്. ഈ വിത്ത് പറിച്ച് വീണ്ടും നട്ട് ഒരുപാട് ശാഖകളും ശിഖരങ്ങളും ആക്കി കഴിഞ്ഞാൽ ഒത്തിരി പറിക്കും. ഇനി ഇതാ ഒത്തിരി വിത്തിന് ഇതാ പറയുന്നത് കണ്ട. വിത്ത് ഞാൻ ഇതിന് മുമ്പും കാണിച്ചു തന്നായിരുന്നു. ആ വിത്ത് ഇതിനവിടെ എവിടെയെങ്കിലും കുഴിച്ചിടാം. ഇവിടെ ഇതിനെ കുഴിച്ചിടാം. ഒടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടാം. ഇതുപോലെ നട്ടിട്ടിരിക്കുകയാണ്. ഇതാ കണ്ട, പൊടിച്ചു പടർന്നു തുടങ്ങി. അപ്പോൾ ഇതിനെ ഇനി ഇളക്കി മാറ്റി നടണം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു കുഴി തയ്യാറാക്കി കഴിഞ്ഞു. കുഴിയിലോട്ട് നട്ട് ഇവിടെ പടർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലോട്ട് ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക. ഈ മണ്ണ് തന്നെ കുറച്ച് ഇട്ടിട്ട് ആ പയ്യെ ഇളക്കി കൊണ്ടുവന്ന് ഇവിടെ വച്ച് കൊടുക്കാം. വേറൊന്നും പൊട്ടാതെ 4 സൈഡൂടെ ഒന്ന് മണ്ണോടുകൂടി ഇളക്കി എടുക്കണം. മണ്ണോടുകൂടി ഇളക്കി ഇതിൽ തന്നെ വള്ളിയെ ഒരു കയറ് കെട്ടി പടർത്തി കൊടുക്കണം. ഇപ്പം വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് ഇപ്പോഴും തൽക്കാലം ഓരോന്നും ഇടണ്ട. ഇത് നട്ടു കൊടുക്കുക. ഇത് മണ്ണിനോട് ചേർന്ന് പൊടിക്കട്ടെ. പൊടിച്ചതിന് ശേഷം വളങ്ങളൂടെ ഇട്ട് കൊടുക്കാം. അതാണ് അതിൽ അടിയിൽ കരിയില മാത്രം ഇപ്പം ഇട്ട് കൊടുത്തത്. നമക്കി കൊടുക്കണം. ഇവിടെ ഇരുന്നത് പൊടിച്ച് കയറും. പൊടിച്ചതിന് ശേഷം ഇത് പടർത്തി വളമിട്ട് കൊടുക്കാം.
ഇതാണ് ചുമന്ന ബോഞ്ചിക്ക. ഞാൻ അന്നൊക്കെ പറിച്ചെടുത്തത് പച്ചയാണ്, മഞ്ഞ കളർ പഴുക്കുമ്പോൾ. ഇത് ചുവപ്പ്. ചിങ്ങ കഴിഞ്ഞ് വന്നു, ഓണവും വന്നു. അത്തപ്പൂ ഇട്ട് തുടങ്ങിയോ? ഇന്ന് അത്തമാണ്. ഞാനിട്ട് കേട്ടോ. ഇതൊക്കെ ഇതാണ് എൻ്റെ അത്ത. കൊള്ളാവോ? പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. കോളിഫ്ലവർ. ഇതിന് ഏകദേശം ഈ വണ്ട് വന്ന് അതാ ചാടിപ്പോയി. കണ്ടോ പച്ച വിട്ടില്ലേ? ഇത് വന്നിരിക്കുമ്പോഴാണ് ഇതുപോലെ ഇതിന് കളർ വ്യത്യാസം വരുന്നത്. കണ്ടോ, ഇതുപോലെ കളർ വ്യത്യാസം വന്ന് ഇത് ഇല്ലാണ്ടാവും. ഇനി ഇതിവിടെ നിന്നാൽ ഇല്ലാണ്ടാവും. നമുക്ക് ഇതിനെ കൂടെ ഒന്ന് പറിച്ചെടുക്കാം. ഒരു കോളിഫ്ലവറുമായി. നല്ല മുളക്. പിന്നെ കണ്ട പിന്നിലാക്കിയത് കാരണതാ പാവയ്ക്ക വലുതായി എങ്ങനെ നിൽക്കുകയാണ്. കെട്ടിവിട്ടതുകൊണ്ടാണ്. കെട്ടിവിട്ടില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഒന്നും കിട്ടത്തില്ല. കെട്ടിവിട്ടത് കാരണം അതിനകത്ത് കിടന്ന് എത്രത്തോളം വലുതാകാൻ പറ്റുമോ അത്രത്തോളം ഇതിനകത്ത് വലുതാകും. കണ്ടോ? പരുവമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതും കവറിലായതുകൊണ്ട് കണ്ട കളറടിച്ച് തുടങ്ങി. കളർ മാറി. ഇതിനിതാ കളർ മാറി തുടങ്ങി. നല്ല വിളഞ്ഞു. ഓണത്തിന് സാധാരണ ഇത് വട്ടത്തിലരിഞ്ഞ് തൈര് ഉപ്പും ചേർത്ത് ഉണക്കി. പണ്ടുള്ള ആൾക്കാർ ഉപ്പേരി ഉണ്ടാക്കുന്ന ഇതാണ്. അവരൊക്കെ ഈ പുറത്തു നിന്ന് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല. പാവയ്ക്ക ഉപ്പേരി, വീട്ടിലുണ്ടാക്കുന്ന വാഴയ്ക്കയും ചേനയും അതൊക്കെ കൊണ്ടുള്ള അവിയൽ, സാമ്പാർ, അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ഓണം ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഉള്ളവരാണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ പോണത്. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. ഇഷ്ടമായ വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.